Okay. The operator method can also be used to obtain the energy eigenfunctions in position space. So position base or position space means position eigengets are used as base gets. Okay. So momentum operator can be represented in position space as bra x prime operator p, that is momentum, get alpha is equal to p എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിലെ ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ്. ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും. സോ ഇൻ പൊസിഷൻ സ്പേസ് ദിസ് മൊമെന്റം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്രൈം, ഓക്കെ, ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് പ്രൈം ആൽഫ. ഓക്കെ, നൗ സപ്പോസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കെറ്റ് 0 ആണ്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. സോ സപ്പോസ് ദി അനിഹിലേഷൻ ഓപ്പറേറ്റർ ഈസ് ആക്ടിങ് ഓൺ കെറ്റ് 0 വിച്ച് വിൽ ഗിവ് യു 0, ദാറ്റ് ഈസ് റൂട്ട് 0 ഇൻറ്റു കെറ്റ് 0 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് 10 ഇൻറ്റു കെറ്റ് n minus 1. So put it as equation number 39. Okay, so in x representation what will be it become bra x prime a ket 0. Okay, this is equal to bra x prime into a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h cut into x plus ip by m omega. Okay, x plus ip divided by m omega into ket 0 ആണ്. And this is equal to 0. എന്തുകൊണ്ട് അത് 0 ആയത്? a ket 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. അപ്പോൾ എനിക്കിതിന് ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. ഓക്കെ, നൗ this is equal to ഈ റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡ് ബൈ 2h കട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ, എനിക്ക് എന്ത് ചെയ്യാം, ഈ എന്താ പറയുക ഇന്നർ പ്രൊഡക്റ്റിന്റെ പുറത്തേക്ക് എഴുതാം. ഇതിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ 0 ആണ്. അപ്പൊ ആ ടേം പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഉണ്ടാവില്ല. സോ ദിസ് ഈക്വൽ ടു ബ്രാ എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്ലസ് ഐ പി ഡിവൈഡഡ് ബൈ എം ഒമേഗ ഇൻറ്റു കെറ്റ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇതിനെന്ത് ചെയ്യണം, എനിക്ക് രണ്ട് ഓപ്പറേറ്റർ ഉണ്ട്, പൊസിഷൻ ഓപ്പറേറ്റർ ഉണ്ട്, മൊമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് ബ്രാ എക്സ് പ്രൈം എക്സ് ഓപ്പറേറ്റർ എക്സ് ആണ് ഇൻറ്റു കെറ്റ് 0 പ്ലസ് എന്താണ് ബ്രാ എക്സ് പ്രൈം ഇൻറ്റു ഐ പി ഐ ബൈ ഒമേഗനെ എനിക്ക് ഐ ബൈ എം ഒമേഗ, ഓക്കെ, ഇൻറ്റു പി കെറ്റ് 0 ഈസ് ഈക്വൽ ടു 0. സോ ഇതിന് എനിക്ക് എന്ത് ചെയ്യണം, ബ്രാ ആൻഡ് കെറ്റ്, അതായത് എനിക്കിതിനെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ബൈ യൂസിങ് അസോസിയേറ്റീവ് ആക്സിയം, അതായത് സപ്പോസ് ബീറ്റ ബി എക്സ് എ ഈസ് ഈക്വൽ ടു, ഇപ്പം ആദ്യം ആക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റർ എക്സ് എയിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. എന്നിട്ട് അതിനെ ബ്രാ ബിയില്, ഓക്കെ, ബ്രാ ബിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വാല്യൂ കിട്ടും. സോ ഇത് ഈക്വൽ ടു എന്ത് തന്നെയാണ്, സോ ദിസ് ഈസ് അസോസിയേറ്റീവ് ആക്സിയം അല്ലേ. അതായത് ഓപ്പറേറ്റർ ആദ്യം കെറ്റിൽ ആക്ട് ചെയ്തിട്ട് പിന്നെ ബ്രായിൽ ആക്ട് ചെയ്യുകയാണെങ്കിലും, ബ്രായിൽ ആക്ട് ചെയ്തിട്ട് അതിന് ശേഷം കെറ്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിലും സെയിം ആയിരിക്കും. അസോസിയേറ്റീവ് ആക്സിയം വെച്ചിട്ട് എനിക്ക് എന്ത് എഴുതാം, ഇതിനെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ പറ്റും എന്തുകൊണ്ട് ഇത് കെറ്റിൽ ആക്ട് ചെയ്തില്ല എന്ന് പറയാൻ പറ്റണം. അസോസിയേറ്റീവ് ആക്സിയം വെച്ച് എനിക്ക് ഇങ്ങനെ എഴുതാം. സോ എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആദ്യം ബ്രാ എക്സ് പ്രൈമിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ബ്രാ എക്സ് പ്രൈമിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഒരു ഈഗൻ വാല്യൂ വരില്ല. ആ ഈഗൻ വാല്യൂ എന്തായിരിക്കും, എക്സ് പ്രൈം ആയിരിക്കും അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, ദെൻ പിന്നെ ഉണ്ടാവുന്നത് എന്താണ്, ബ്രാ എക്സ് പ്രൈം ഇത് ഓൾറെഡി ആക്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ബ്രാ എക്സ് പ്രൈം കെറ്റ് 0, ഓക്കെ, പ്ലസ് ഐ ബൈ എം ഒമേഗ ഇൻറ്റു ഇതെന്താണ്, മൊമെന്റം ഓപ്പറേറ്റർ ഇൻ പൊസിഷൻ ബേസിസ് ആണ് അല്ലേ.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ആണ് ഞാൻ എഴുതേണ്ടത്. സോ എനിക്ക് ഇൻറ്റു മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു എക്സ് പ്രൈം 0 എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി ഇതിൽ എന്താ വെച്ചാൽ എക്സ് പ്രൈം 0 എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുത്തു. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ഓക്കെ, ഞാൻ ഇതിനെ മാറ്റി എഴുതിയിട്ട് ഇത് മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്രൈം എഴുതി. പൊസിഷൻ ബേസിൽ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്. സോ ഇതിൽ ബ്രാ എക്സ് പ്രൈം കെറ്റ് 0നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ദിസ് ഈക്വൽ ടു 0. ഇനി എന്താണ് ഇവിടെ എച്ച് കട്ട് ഡിവൈഡ് ബൈ എം ഒമേഗ ഉണ്ടല്ലോ, ഇതിന് ഞാൻ x0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x0 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡഡ് ബൈ എം ഒമേഗ. അപ്പൊ ഇവിടെ എന്ത് വരും, x0 സ്ക്വയർ വരും. ഓക്കെ, സോ ദിസ് റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ എം ഒമേഗ സെറ്റ്സ് ദി ലെങ്ത് സ്കെയിൽ ഓഫ് ദി ഓസിലേറ്റർ. ദാറ്റ് ഈസ് ഇതിന്റെ ടേമിലായിരിക്കും എന്തുണ്ടാവുക, ആ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് അതിനുള്ള ഡീവിയേഷൻ എത്രത്തോളം നമ്മൾ പറയാം. ഓക്കെ, സോ x0 സെറ്റ് ദി ലെങ്ത് സ്കെയിൽ ഓഫ് ദി ഓസിലേറ്റർ. നൗ ഈ ബ്രാ എക്സ് പ്രൈം കെറ്റ് 0നെ ദിസ് ഇസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ദി ഹാർമോണിക് ഓസിലേറ്റർ. ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ആണിത്. സോ കെറ്റ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യണത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് വേറെ എന്തും കൂടി വിളിക്കാം, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഏഗൻ ഫംഗ്ഷൻ എന്നും കൂടി വിളിക്കാം. ഓക്കെ, ദിസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓർ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി വേവ് ഫംഗ്ഷൻ. ആൻഡ് വി നോ ദാറ്റ് ഇൻ പൊസിഷൻ representation, bra x prime ket alpha can be represented as ഇതൊരു വേവ് ഫംഗ്ഷൻ ആണ്. സോ നമുക്കതിനെ psi എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. psi. സോ psi ഓഫ് എക്സ് പ്രൈം സഫിക്സ് ആൽഫ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒരു വേവ് ഫംഗ്ഷനെ. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ക്യാൻ ബി represented as psi 0. ഇവിടെ 0 ആണ് കെറ്റ് ആൽഫയുടെ സ്പേസിൽ കിടക്കുന്നത്. പിന്നെ എക്സ് പ്രൈമും. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഇതിനെ എനർജി ഏഗൻ ഫംഗ്ഷൻ, ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി ഏഗൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ 40ാമത്തെ ഇക്വേഷൻ കേട്ടോ, അത് ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് പ്രൈം പ്ലസ് x0 സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്രൈം ഇൻറ്റു ബ്രാ എക്സ് പ്രൈം കെറ്റ് 0 എന്നായിരുന്നു. ദിസ് ഈക്വൽ ടു 0. സോ ഇതില് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x0 സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്രൈം ഇൻറ്റു ഈ സംഭവം സൈ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi 0 ഓഫ് എക്സ് പ്രൈം ആണ്. ഓക്കെ, ഇവിടെ ഈ ടേമും കൂടി ഉണ്ടാവും. സോ പ്ലസ് എക്സ് പ്രൈം ഇൻറ്റു psi 0 ഓഫ് എക്സ് പ്രൈം ദിസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്താ നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾക്ക് സോൾവ് ചെയ്യണം. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് എന്താ x0 സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്രൈം ഇൻറ്റു psi 0 ഓഫ് എക്സ് പ്രൈം is equal to negative x prime into psi 0 of x prime. Okay, so this can be written as d psi 0 of x prime ഇതിനെ താഴേക്ക് കൊണ്ടുവരിക divided by psi 0 of x prime is equal to negative 1 by x0 square into x prime into dx prime. Now I want to integrate this. So I am going to integrate. Okay. So this will be log psi 0 of x prime is equal to negative 1 by x0 square
കാരണം ഇത് റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ എം ഒമേഗയാണ്. സോ ഇത് എക്സ് സ്ക്വയർ ബൈ 2. സോ എക്സ് സ്ക്വയർ എക്സ് ഇവിടെ പ്രൈം ഉണ്ട് ഡിവൈഡ് ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റ്. സോ ഇതിനെ 44ാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. സോ സൈ 0 ഓഫ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഇല്ല, നമ്മൾ എടുക്കേണ്ടത് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x0 സ്ക്വയർ പ്ലസ് സി. ഈ എക്സ്പോണൻഷ്യൽ ആണ് കേട്ടോ പ്ലസ് സിയും വരുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ. അതിപ്പം എ റൈസ് ടു എം പ്ലസ് എന്നുള്ള ഫോമിലല്ല ദാറ്റ ഇ റൈസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x0 സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു സി ആണ്. ഓക്കെ, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x0 സ്ക്വയർ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 45. ഇനി എനിക്ക് എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയുടെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സൈസ് 0 കേട്ടോ. സോ നോർമലൈസ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈക്വൽ ടു 1. ഇങ്ങനെയല്ല നമ്മൾ നോർമലൈസ് ചെയ്യുക. ഇവിടെ എ സ്ക്വയറും കൂടി ഉണ്ടാവും. ഓക്കെ, സോ സിമിലർലി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫംഗ്ഷനെ വേവ് ഫംഗ്ഷൻ ഞാൻ നോർമലൈസ് ചെയ്യാണ്. സോ നോർമലൈസ്ഡ് സൊല്യൂഷൻ വിൽ ബി ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ 0 ഓഫ് എക്സ് പ്രൈം സ്റ്റാർ ഇൻറ്റു psi 0 of x prime into dx prime, that is equal to a square into integral over minus infinity to plus infinity ബാക്കിയുള്ള ടേംസ് e raised to minus x prime square divided by 2x0 square psi സ്റ്റാറും സൈയും എന്തായിരിക്കും? ഇവിടെ ഐ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ e raised to minus x prime square divided by 2x0 square ഒരു പ്രാവശ്യം കൂടി വരും. അപ്പൊ എനിക്ക് അതിന് 2 എന്ന് എഴുതാം. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, സോ ഡി എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നൗ ഇതിന് ഇക്വേഷൻ നമ്പർ 46 ആയിട്ട് കൊടുക്കുക. ദെൻ we have a standard integral. Using a standard integral in mathematics, I can write integral from 0 to infinity. അല്ലാണ്ട് ഇതിനെ സോൾവ് ചെയ്യാൻ കുറച്ച് എന്തായാലും പറ്റില്ല. അപ്പം integral from 0 to infinity e raised to negative a into x square dx is equal to 1 by 2 into pi by a the whole raised to 1 by 2. So ഈ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യണം. സോ എന്ത് വരും? I can write our normalized equation will be a square into ഇവിടെ എന്താണ് 0 to infinity ആണ്. പക്ഷെ നമ്മുടെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു ഇൻറ്റു വെച്ച് അല്ല ഇൻറ്റു 2 ചെയ്യേണ്ടി വരും. സോ എനിക്ക് എന്ത് വരും? ഇവിടെ ഇൻറ്റു 2 ഇൻറ്റു എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? 1 by 2 ഇൻറ്റു ഓക്കെ പൈ ഡിവൈഡഡ് ബൈ എ ആണ്. നമ്മുടെ എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 1 by x0 സ്ക്വയർ ആണ്. സോ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? x0 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദി ഹോൾ റൈസ് ടു 1 by 2. This is equal to 1. So this and this will be cancelled. And ആ കോൺസ്റ്റന്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് 1 by എന്താണ് റൂട്ട് പൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു x0 സ്ക്വയർ ഹോൾ റൈസ് ടു 1 by 2 എന്ന് വരും. ഓക്കെ ഓക്കെ, നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 by പൈ റൈസ് ടു 1 by 4 ഇൻറ്റു റൂട്ട് x0 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ ഞാൻ 45ാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. സോ സൈ 0 ഓഫ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് 1 by പൈ റൈസ് ടു 1 by 4 ഇൻറ്റു റൂട്ട് x0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x0 സ്ക്വയർ. ഇവിടെ പ്രൈം ഉണ്ട്, എക്സ് പ്രൈം ആണ്. ഓക്കെ, ഇപ്പൊ ഈ സൈ 0 ഓഫ് എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരുന്നു? നമ്മൾ ഡിറാക്കിന്റെ മെത്തേഡിൽ എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് ബ്രാ എക്സ് പ്രൈം ഗെറ്റ് 0. ദിസ് ഇസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. ദിസ് ഇസ് ഈക്വൽ ടു 1 by പൈ റൈസ് ടു 1 by 4 ഇൻറ്റു റൂട്ട് x0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് 1 by 2 ഇൻറ്റു എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ x0 the whole square. Okay, put
ആസ് ഇക്വേഷൻ നമ്പർ 47. സോ ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നൗ we can obtain the energy eigenfunctions for excited states by evaluating. ഇപ്പോൾ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി വേവ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ എനർജി eigen ഫംഗ്ഷൻ ആണ്. ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? അടുത്തത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എനർജി വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഒരു nth വേവ് ഫംഗ്ഷൻ, nth എനർജി eigen വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, എനർജി eigen ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണണം. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്തായിരിക്കും? സോ ബ്രാ എക്സ് പ്രൈം കെറ്റ് 1. ഓക്കെ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ദിസ് ഈക്വൽ ടു വാട്ട് വിൽ ബി ബ്രാ എക്സ് പ്രൈം ഇൻറ്റു ഈ കെറ്റ് 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ക്രിയേഷൻ ഓപ്പറേറ്റർ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് എന്ത് കിട്ടുക? കെറ്റ് 1 കിട്ടുക, അതല്ലേ? റൂട്ട് 1 ഇൻറ്റു കെറ്റ് n+1. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടണത്? 1 എന്ന് പറയുന്ന ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടണത്, അല്ലേ? അപ്പൊ എനിക്കിതിനെ മാറ്റി എഴുതാലോ. അങ്ങനെ എഴുതാം, ദിസ് ഇസ് എ ഡാഗർ കെറ്റ് 0. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ബ്രാ എക്സ് പ്രൈം ഇൻറ്റു എ ഡാഗർ എന്തായിരുന്നു? റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h കട്ട് ഇൻറ്റു എക്സ് മൈനസ് ഐ പി ആയിരുന്നു, അല്ലേ? സോ എക്സ് മൈനസ് ഐ പി ഡിവൈഡഡ് ബൈ എം ഒമേഗ കെറ്റ് 0. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h കട്ട് ഇൻറ്റു എന്താണ്? ബ്രാ എക്സ് പ്രൈം എക്സ് 0 നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്, മൈനസ് ഐ ബൈ എം ഒമേഗ ഇൻറ്റു എക്സ് പ്രൈം പി 0. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h കട്ട്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ? ഈക്വൽ ടു 0 എന്നല്ലല്ലോ നമ്മുടെ ഇക്വേഷൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ബ്രായിലാണ് ആക്ട് ചെയ്യണം. സോ എക്സ് പ്രൈം എന്ന് പറയുന്ന eigen വാല്യൂ ഇൻറ്റു എക്സ് പ്രൈം കെറ്റ് 0. ഓക്കെ, സോ ഇവിടെ മൈനസ് ഐ ബൈ എം ഒമേഗ ഉണ്ടാവും. പിന്നെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്രൈം എന്നാണ് ഇത്. അപ്പം ഇവിടെ അത് പ്ലസ് ആയിട്ട് മാറും. സോ ഐ ബൈ എം ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്രൈം ഇൻറ്റു ബ്രാ എക്സ് പ്രൈം കെറ്റ് 0. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് എഴുതാൻ മറന്നു. That is IH cut. Okay. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡ് ബൈ 2h കട്ടിന് ഞാൻ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് എടുത്ത് എഴുതി. സോ ഈ എച്ച് കട്ടും ക്യാൻസൽ ചെയ്ത് പോവും. അതേപോലെ തന്നെ ഈ ഇതിന്റെ റൂട്ട് എം ഒമേഗയും ഈ റൂട്ട് എം ഒമേഗയും ക്യാൻസൽ ചെയ്ത് പോയി. സോ എനിക്ക് കിട്ടുന്നത് root of m omega divided by 2h cut into x prime into bra x prime get 0 minus I square അല്ല, അപ്പം മൈനസ്, പിന്നെ ബാക്കിയുള്ളത് റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 എം ഒമേഗ എന്ന് വരും. ഓക്കെ, ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്രൈം ഇൻറ്റു ബ്രാ എക്സ് പ്രൈം കെറ്റ് 0 ആണ്. ഇപ്പം റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 എം ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x0 ആണ്. ഓക്കെ, അപ്പൊ ആ x0 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിന് എന്ത് ചെയ്താം? ഫസ്റ്റത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√2 ഇൻറ്റു 1/√2 ഇൻറ്റു x0, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ എം ഒമേഗ ആണ് x0. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് ആണ് ഇവിടെ വരുന്നത്. സോ മൈനസ് x0 ഡിവൈഡ് ബൈ √2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്രൈം ഇൻറ്റു ഇങ്ങനെ എഴുതാലോ. ഇനി ഇവിടെ ഞാൻ ഒരു x0 വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാനൊരു x0 ഇവിടെ ഡിവൈഡ് ചെയ്തു, അതേസമയം മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/√2
√2 ഇൻറ്റു x0. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരും. ഓക്കെ, ഇൻറ്റു എക്സ് പ്രൈം മൈനസ് ഇവിടെ അപ്പോൾ x02 ആണ് വരിക. x02 ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്രൈം ഇൻറ്റു ബ്രാ എക്സ് പ്രൈം ഗെറ്റ് 0. ഇക്വേഷൻ നമ്പർ 48 ആയിട്ട് കൊടുക്കുക. In the previous video we studied from the ground state get 0, if I am allowed to act a dagger, that is the creation operator, to get 0 successively, I can construct the excited state. Okay, get 1, get 2, അങ്ങനെ get 10 generalize ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. So from that I can write what? Get 2 is equal to a dagger whole square divided by √2. That is, a dagger is acting 2 times in the ground state. എന്ത് കിട്ടും? get 2 കിട്ടും. അപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു കെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ഡാഗർ n ടൈംസ് കെറ്റ് 0 ആക്ട് ചെയ്യണം വിത്ത് ഓവർ n ഫാക്ടോറിയൽ, √n ഫാക്ടോറിയൽ. ഓക്കെ, സോ യൂസിങ് ദിസ് ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? എനിക്ക് വേവ് ഫംഗ്ഷൻ ഓഫ് ദി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് bra x prime get 2. Okay, this is equal to what will be our equation? 1 by √2 factorial into bra x prime a dagger the whole square acting on get 0. Okay, ഇതെന്താ ചെയ്തെന്ന് മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ get 2നെ എനിക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെയാണ് എഴുതാൻ പറ്റുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ അതിൽ 1 by √2 ഫാക്ടോറിയലിനെ ഞാൻ പുറത്തേക്ക് എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by √2 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ ബ്രാ എക്സ് പ്രൈം കെറ്റ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് എ ഡാഗർ കെറ്റ് 0 ഒരു പ്രാവശ്യം ആക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആണ് എന്ത്? നമ്മുടെ ഈ 48ാമത്തെ ഇക്വേഷൻ. ഇവിടെ എന്ത് ചെയ്യാണ്? എ ഡാഗർ, ഈ എ ഡാഗർ 2 പ്രാവശ്യമാണ് കെറ്റ് 0 ആക്ട് ചെയ്യണം. അപ്പം ഇതിൽ തന്നെ എനിക്ക് ഈ ഇക്വേഷൻ ഇതെന്താന്ന് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഇതിന്റെ ഹോൾ സ്ക്വയർ വരും 2 പ്രാവശ്യം ആക്ട് ചെയ്യണത്. ഓക്കെ, സോ ദിസ് വിൽ ബി 1 by √2 ഫാക്ടോറിയൽ ഇൻറ്റു എന്താണ്? 1 by √2 ഇൻറ്റു x0 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്രൈം മൈനസ് x0 സ്ക്വയർ into d by dx prime the whole square into bra x prime get 0. Okay, so this is 49. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ജനറലൈസ് ചെയ്യാം. സോ eigen ഫംഗ്ഷൻ ഓഫ് ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് n, nth എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ eigen ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is equal to എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ബ്രാ എക്സ് പ്രൈം കെറ്റ് n ആയിരിക്കും. ദിസ് ഈക്വൽ ടു 1 by ഇവിടെ 2 ഫാക്ടോറിയൽ അല്ല, അപ്പോൾ ഇവിടെ എത്രയാണ്? nth ആണ്. അപ്പോൾ 1 by √n ഫാക്ടോറിയൽ ഇൻറ്റു 1 by √2 ഇൻറ്റു x0 ഹോൾ റൈസ് ടു n ഇൻറ്റു എന്താണ്? എക്സ് പ്രൈം മൈനസ് x0 സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്രൈം ഹോൾ റൈസ് ടു n ഇൻറ്റു കെറ്റ് എക്സ് പ്രൈം 0. അപ്പോൾ ഇതെന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോഴാണ് ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by √n ഫാക്ടോറിയൽ ഇൻറ്റു 1 by √2 ഇൻറ്റു x0 ദി ഹോൾ റൈസ് ടു n ഇൻറ്റു എന്ത് വരും? ഇതിന്റെ വാല്യൂ. അപ്പം നിങ്ങൾ ഇക്വേഷൻ നമ്പർ 47 ആണ്. ദാറ്റ് ഈസ് e റൈസ് ടു മൈനസ് 1 by 2 into x prime divided by x0 the whole square. Okay, ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൂടി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് 1 by pi raised to 1 by 4 into √x0. then ഇതും x prime minus x0 square into d by dx prime whole raised to n. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, ഇപ്പോൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെറ്റ് എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണെന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ √2 റൈസ് ടു n ആയാലും √2 ഇൻറ്റു ഹോൾ റൈസ് ടു n ആയാലും ഒരേ വാല്യൂവിനെ നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ nth എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്കിങ്ങനെ
അതിൻ്റെ എനർജി eigen ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓഫ് ആൻ nth എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, so it is instructive to look at the expectation values of x square, p square, kinetic energy, potential energy, Hamiltonian, and then we want to find out the uncertainty relation. Okay, so remember what is our position operator. It is root of h cut divided by 2m omega into a plus a dagger. Also the momentum operator p is equal to I into root of m omega h cut divided by 2 into minus a plus a dagger. Okay, remember these two equations. Okay, now what will be x square? So x square is equal to, ഇതിനെ നമ്മൾ ഇവിടെ ഹോൾ സ്ക്വയറിന് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പറേറ്റർ ആയതുകൊണ്ട് നമുക്ക് 2ab എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റില്ല. സോ ഇതിന് നമ്മൾ എഴുതണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ ഇൻറ്റു a ഇൻറ്റു a പ്ലസ് a ഡാഗർ ഇൻറ്റു a ഡാഗർ പ്ലസ് a ഡാഗർ a പ്ലസ് a ഡാഗർ എന്നാണ് എഴുതേണ്ടി വരിക. ഇക്വേഷൻ നമ്പർ 51 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എനിക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ കാണണം. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് നമ്മൾ കാണുന്നത്, അതായത് കെറ്റ് 0. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ ഇൻറ്റു എങ്ങനെയാണ് ബ്രാസ് 0 ഫസ്റ്റ് വൺ a അല്ലേ, അപ്പോൾ a ഇൻറ്റു, സോ ഇതല്ലേ നമ്മുടെ എക്സ്പെക്ടേഷൻ വാല്യൂ വരിക. ഓരോന്നിലും ഓരോ ഓപ്പറേറ്ററിന്റെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ടേഷൻ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് 1, 2, 3, 4 ടേംസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് എന്തറിയാം, eigen വാല്യൂ ഓഫ് അനിഹിലേഷൻ ഓപ്പറേറ്റർ ആൻഡ് ക്രിയേഷൻ ഓപ്പറേറ്റർ a keten is equal to √n into keten minus 1. സ്റ്റേറ്റിനെ 1 ആയിട്ട് കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ക്രിയേഷൻ ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു √n+1 into keten plus 1. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാം. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്. ഓക്കെ, ഇതില് ഫസ്റ്റത്തെ ടേം നോക്കുക. ആദ്യം എന്ത് ചെയ്യണം, അനിഹിലേഷൻ ഓപ്പറേറ്റർ ഈ കെറ്റ് 0 ആക്ട് ചെയ്യണം. സോ അപ്പൊ നമുക്ക് എന്ത് വരും, ഫസ്റ്റ് തന്നെ റൂട്ട് തന്നെയാണ്, അപ്പൊ √0 എന്ന് വരും. √0 എന്ന് പറയുന്ന സാധനം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ വാല്യൂ എന്തായി, 0 ആയി. ബാക്കി ഫുള്ള് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ a ഡാഗർ, അതായത് അനിഹിലേഷൻ ക്രിയേഷൻ ഓപ്പറേറ്റർ കെറ്റ് 0 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ √n+1, അപ്പൊ എന്തായി, √1 ആയി. √1 ഇൻറ്റു ഇവിടെ എന്ത് വന്നു, കെറ്റ് 1 വന്നു. പിന്നെ ആ കെറ്റ് 1ലേക്ക് വീണ്ടും അനിഹിലേഷൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, അത് കെറ്റ് 2 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ആ എന്താണ്, ഈ കെറ്റ് 2ഉം ബ്രാസ് 0യും കൂടി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണല്ലോ. അപ്പൊ ഈ രണ്ടാമത്തെ ടേമും എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ ഈ മൂന്നാമത്തെ ടേം നോക്കുക, അനിഹിലേഷൻ ഓപ്പറേറ്റർ 0ലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, √0 ആണ് വരിക. ഇതെന്താണ്, പുറത്തേക്ക് വന്നാൽ തന്നെ ഈ ടേമും എക്സിസ്റ്റ് ചെയ്യില്ല. പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ടേം മാത്രമായിരിക്കും. അപ്പൊ അതെങ്ങനെയാ, അത് മാത്രം വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, എന്താണ്, a ഡാഗർ കെറ്റ് 0 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, √n+1, അപ്പൊ √0+1 1 ആണ്. സോ √1 ദെൻ പിന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ ഇത് കെറ്റ് 1 ആയിട്ട് മാറി. ആ കെറ്റ് 1ലേക്ക് ആരാ ആക്ട് ചെയ്യണത്, അനിഹിലേഷൻ ഓപ്പറേറ്റർ ആണ് ആക്ട് ചെയ്യണത്. സോ ഇവിടെ അഗെയിൻ കെറ്റ് 1 ഇൻറ്റു എന്തായിട്ട് മാറി, ഇത് ഇവിടെ 1 അല്ലേ വന്നത്, അപ്പൊ 1 ഒന്ന് കുറയും, 0 ആയിട്ട് മാറും. സോ ദാറ്റ് വിൽ ബി 0 and 0. അപ്പൊ ഇത് മാത്രം 1 എന്നുള്ള വാല്യൂ, അപ്പം അവസാനത്തെ എക്സ്പെക്ടേഷൻ വാല്യൂ മാത്രമേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ എന്ന് വരും. ഓക്കെ, ഇപ്പം ഈ വി നോ ദാറ്റ് x0 is equal to √h കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ.
2 ഇല്ല, റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ എം ഒമേഗയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു x0 സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓപ്പറേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, അപ്പൊ നിങ്ങൾക്കും പഠിയും നന്നായിട്ട്. ഇനി അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ആരെ കാണണം, നമ്മുടെ മൊമെന്റം ഓപ്പറേറ്ററിന്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ സിമിലർലി തന്നെ പി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് എന്താ എഴുതാം, പി സ്ക്വയറിനെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും, എം ഒമേഗ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്, എന്താണ്, മൈനസ് എ ഇൻറ്റു എ പ്ലസ് എ ഡാഗർ ഇൻറ്റു എ ഡാഗർ, ദെൻ മൈനസ് എ ഇൻറ്റു എ ഡാഗർ മൈനസ് എ ഡാഗർ എ എന്ന് വരും. ഓക്കെ, സോ എനിക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താണ്, ബ്രാസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ എ ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു എ ഡാഗർ ഇൻറ്റു 0, അതായത് കെറ്റ് 0 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ദെൻ മൈനസ് ബ്രാസ് 0 എ ഡാഗർ കെറ്റ് 0 മൈനസ് ബ്രാസ് 0 എ ഡാഗർ എ കെറ്റ് 0. സോ ഇത് രണ്ടും 0 നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ ഈ ടേം നോക്കുക. അപ്പൊ ഇതിൽ എന്താണ്, ആദ്യം എ ഡാഗർ കെറ്റ് 0 ആക്ട് ചെയ്യാണ്. സോ എന്ത് വരും, റൂട്ട് n പ്ലസ് 1, അതായത് 1, പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, അത് കെറ്റ് 1 ആയിട്ട് മാറി. ഓക്കെ, ഇനി ആ കെറ്റ് 1ലേക്ക് ആര് ആക്ട് ചെയ്യണം, നമ്മുടെ അനിഹിലേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യണം. അപ്പൊ എഗെയിൻ എന്ത് വരും, ഓൾറെഡി റൂട്ട് 1 ഉണ്ട്, ദെൻ എഗെയിൻ റൂട്ട് 1, പിന്നെ എന്തുണ്ടാവും, ഈ 1നെ 1 ആയിട്ട് കുറയ്ക്കും. അപ്പൊ ഇവിടെ എന്ത് വന്നു, കെറ്റ് 0 എന്ന് വന്നു. അപ്പൊ ഈ ബ്രാസ് 0 കെറ്റ് 0 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയിട്ട് വന്നു. സോ ഈ ടേം നമുക്ക് 1 ആയിട്ട് കിട്ടി, നെഗറ്റീവ് 1 വന്നു. ഇനി അടുത്ത ടേം നോക്കുക, ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, ഈ എ എന്ന് പറയുന്നത് റൂട്ട് 0 ആക്ട് ചെയ്യുന്ന റൂട്ട് 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തമായിട്ട് 0 ആയിട്ട് പോയി. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നെഗറ്റീവ് എം ഒമേഗ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇവിടെ ഒരു മൈനസ് സൈൻ ആണ്, സോ ഇത് പ്ലസ് ആയിട്ട് മാറും. സോ ഇതിനെ ഞാൻ 54ാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. അതേപോലെ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചില്ലേ, അതിന് 53 എന്നും കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് 53. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ എക്സ് സ്ക്വയറും പി സ്ക്വയറും കിട്ടി. ഇനി ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കാണാൻ പറ്റും. സോ അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഹാമിൽട്ടോണിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുകയാണ്. ഹാമിൽട്ടോണിൻ എച്ച് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ ഇതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണണം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിൻ ഇസ് ഈക്വൽ ടു 1/2m into expectation of p square plus half m omega square into expectation of x square ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2m into നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്, എം ഒമേഗ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 ആണ്, പ്ലസ് 1/2 എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇതെന്താണ്, എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 എം ഒമേഗ ആണ്. അപ്പൊ ഇതിൽ എമ്മും ക്യാൻസലായി പോയി. ഇവിടെയാണെങ്കിൽ ഈ എമ്മും ക്യാൻസലായി, ഈ ഒമേഗയും ക്യാൻസലായി പോയി. സോ നമുക്ക് എന്ത് കിട്ടും, എച്ച് കട്ട് ഡിവൈഡഡ് ബൈ ഇതെന്താണ് 4 ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഒമേഗ ഉണ്ടായിരിക്കും, പ്ലസ് ഇവിടെയും 1/4 എച്ച് കട്ട് ഒമേഗ എന്ന് വന്നു. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാന്ന് വെച്ചാൽ ദിസ് ഇസ് 2/4 എന്നല്ലേ വരിക. അപ്പോൾ എന്താണ്, എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് കട്ട് ഒമേഗ ബൈ 2 ആണെന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 55 ആയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും എക്സ്പെക്ടേഷൻ വാല്യൂസ് കാണാൻ പോവുകയാണ്. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ദിസ് ഈക്വൽ ടു എന്താണ്, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. So this is equal to 1/2m into expectation value of p square. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. So this is equal to 1/2m into m omega h cut divided by 2. This is equal to എന്താണ്, h cut omega divided by 2 into 2. ഈ h cut omega by 2 എന്താണ്, ഹാമിൽട്ടോണിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഡിവൈഡ് ബൈ 2 ആണെന്ന് കിട്ടിയല്ലോ. സോ ഇതിന് 56ാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ
നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പൊ കൈനറ്റിക് എനർജി അല്ലേ കണ്ടത്, ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കാണേണ്ടി വരും. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ m⍵² x² ഡിവൈഡ് ബൈ 2 ആണ്. അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ എക്സ്പെക്ടേഷൻ ഓഫ് x² എന്താണ്? ഇറ്റ് ഈസ് h കട്ട് ഡിവൈഡഡ് ബൈ 2m⍵. ഓക്കെ, ഓക്കെ സ്റ്റെപ്പ് നോക്കുക. അപ്പൊ എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻ ഡിവൈഡഡ് ബൈ 2 ആണ് കിട്ടി. ഓക്കെ, so this is as in Virial theorem in classical mechanics. Okay, now expectation value of position and momentum and the uncertainty. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അൺസർട്ടനിറ്റി റിലേഷൻ കാണണം. വി സ്റ്റഡിഡ് ഇൻ മെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് എന്താ പറയുക എക്സ് ആൻഡ് പി. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ് മെട്രിക്സ് പൊസിഷന്റെ മെട്രിക്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എൻ പ്രൈം എക്സ് എൻ. ഇതെന്ന് പറയുന്ന ഏതെങ്കിലും ആർബിട്രറി സ്റ്റേറ്റുകളായിരിക്കും. So this is equal to root of h cut divided by 2m⍵ into എന്താണ് root n into delta n prime comma n minus 1 plus എന്താണ് root n plus 1 into delta n prime comma n plus 1. ഓക്കെ, ഇതാണ് നമ്മുടെ പൊസിഷന്റെ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? n പ്രൈമിനെ n ആക്കിയിട്ട് മാറ്റിയാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കണമല്ലോ. So this equation will be what? Bra n x get n. ഇപ്പൊ ഇതെന്താണ്? എക്സിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്, പൊസിഷന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. ദിസ് is equal to ഇവിടെ എന്താണ്? സം കോൺസ്റ്റന്റ് k ഉണ്ട്, ഞാൻ അടുത്ത് എഴുതണമെന്നില്ല. ദിസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് n ഇൻറ്റു ഡെൽറ്റ n കോമ n മൈനസ് 1. അപ്പൊ എന്താണ്? ഈ ക്രോണക്കറ്റ് ഡെൽറ്റ എന്തായാലും ഉണ്ടാവില്ല, 0 ആയിട്ട് പോകും. ഈക്വൽ ആണെങ്കിൽ മാത്രമല്ലേ വരുള്ളൂ. സോ അപ്പൊ തന്നെ അത് 0. ഇനി അടുത്ത ടേം നോക്കുക. ഇവിടെ എന്താണ്? റൂട്ട് ഓഫ് n പ്ലസ് 1 ഉണ്ട്. എഗൈൻ ക്രോണക്കൽ ഡെൽറ്റ n കോമ n പ്ലസ് 1. അപ്പൊ ഇതും എന്തായി? 0 ആയിപ്പോയി. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്താണ്? 0 ആണെന്ന് കിട്ടി. വിത്ത് റെസ്പെക്ട് ടു ഏതൊരു ആർബിട്രറി എന്താ പറയുക കെറ്റ് ആണെങ്കിലും. ഓക്കെ, മുന്നേ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? പിന്റെ p² നമ്മൾ കണ്ടുപിടിച്ചത് വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ടാണ്. ഇത് ഏതൊരു ആർബിട്രറി സ്റ്റേറ്റ്, ഇപ്പൊ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയാലും സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയാലും ഒക്കെ എന്താണ്? പൊസിഷന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ എന്താണ്? x² p² എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആവില്ല കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിച്ചു. ഇനി അതേപോലെ തന്നെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഒരു nth എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ അവസാനം കണ്ടുപിടിക്കും. അതെങ്കിൽ ഇതും തന്നെ സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, സോ മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ദിസ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഈസ് ഇവിടെ n പ്രൈം പി എൻ, അതായത് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ദി മൊമെന്റം ഈസ് I into root of m⍵ h cut divided by 2 into എന്താണ്? മൈനസ് റൂട്ട് n into ഡെൽറ്റ n പ്രൈം കോമ n മൈനസ് 1 പ്ലസ് ഡെൽറ്റ n പ്രൈം കോമ n പ്ലസ് 1 ആണ്. വിത്ത് ഒരു റൂട്ട് n പ്ലസ് n എന്ന് പറയുന്ന ഈഗൻ വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? എക്സ്പെക്ടേഷൻ വാല്യൂ ആവുന്ന സമയത്ത് n p n അല്ലേ നമ്മൾ എടുക്കേണ്ടത്? സെയിം ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അപ്പം n പ്രൈമിന് n ആയിട്ട് ഇട്ട് കൊടുത്തു. സോ വാട്ട് ഹാപ്പൻ? ഇവിടെ സം കോൺസ്റ്റന്റ് ഇൻറ്റു എന്താണ്? ഡെൽറ്റ n കോമ n മൈനസ് 1. അപ്പൊ ഇതും എന്താണ്? 0 ആയിട്ട് പോയി. പ്ലസ് ഇവിടെയും റൂട്ട് n പ്ലസ് 1 ഉണ്ടായിരിക്കും. എന്താണ്? ഡെൽറ്റ n കോമ n പ്ലസ് 1. സോ എന്തായി? ക്രോണക്ക ഡെൽറ്റ 0 ആയി. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് 0 ആയി. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൻഡ് പി ഇസ് ഈക്വൽ ടു 0. ഇതിനെ ഞാൻ 57ാമത്തെ ഇക്വേഷൻ ഏതാണ് നമ്പർ ചേർത്ത് കൊടുക്കുക. Okay. Now, if I have an observable A, then the variance of that observable എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? ഡെൽറ്റ എ ദി ഹോൾ സ്ക്വയർ, അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ, ഇതിനാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എ അതിന്റെ സ്ക്വയർ. ഇതാണ് നമ്മളൊരു ഒബ്സർവബിളിന്റെ എന്താ പറയുക വാരിയൻസ് ആയിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ പൊസിഷന്റെ വാരിയൻസും അതേപോലെ തന്നെ മൊമെന്റത്തിന്റെ വാരിയൻസും കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ, അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ, ദാറ്റ് ഈസ് വാരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m⍵ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ മൈനസ് 0. ദിസ് ഈക്വൽ ടു എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m⍵. ഇനി അതേപോലെ തന്നെ
ഇതിനിപ്പോൾ എത്ര 58 എന്ന് കൊടുക്കുക. പൊസിഷൻ മൊമെന്റ് പൊസിഷനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മൊമെന്റത്തിന്റെ കണ്ടുപിടിക്കണം. സോ വാരിയൻസ് ഓഫ് മൊമെന്റം ഡെൽറ്റ പി ദി ഹോൾ സ്ക്വയർ അതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പി സ്ക്വയർ മൈനസ് പി ദി ഹോൾ സ്ക്വയർ എന്നാണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു പി സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, എച്ച് കട്ട് എം ഒമേഗ ഡിവൈഡ് ബൈ 2 മൈനസ് മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് എം ഒമേഗ ഡിവൈഡ് ബൈ 2. അപ്പൊ ഞാൻ വേരിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രൊഡക്റ്റ് കാണാമല്ലോ, അതായത് ഡെൽറ്റ എക്സ്. സോ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ അതിന്റെ എക്സ്പെക്ടേഷൻ ഇൻറ്റു ഡെൽറ്റ പി ദി ഹോൾ സ്ക്വയർ അതിന്റെ എക്സ്പെക്ടേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും, എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 എം ഒമേഗ ഇൻറ്റു എച്ച് കട്ട് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ എം ഒമേഗ ആൻഡ് എം ഒമേഗ ഗെറ്റ് ക്യാൻസൽ. എനിക്ക് എന്ത് കിട്ടി, ഇസ് ഈക്വൽ ടു എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി റിലേഷൻ ബിറ്റ്വീൻ പൊസിഷൻ ആൻഡ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, മറക്കരുത്. സോ ദാറ്റ് ഈസ് ഡെൽറ്റ പി ദി ഹോൾ സ്ക്വയർ ഇവിടെ എക്സ്പെക്ടേഷൻ കേട്ടോ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 59. ഓക്കെ, സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഇതാണ് അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മളൊരു ജനറലി നമ്മൾ ഇൻഈക്വാലിറ്റി സൈൻ വെച്ചിട്ടുള്ള ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2. അപ്പോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്നാണ് നമ്മൾ സാധാരണ ഒരു ഇൻഈക്വാലിറ്റി സൈൻ ആണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ഈ സൈൻ എന്ന് പറയുന്നത്, ഈക്വാലിറ്റി സൈൻ ആണ്. കാരണം നമ്മൾ എന്താണ് ഈ അൺസർട്ടനിറ്റി റിലേഷൻ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ വാല്യൂ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എടുത്തത്. സോ ഇതിനെ നമുക്ക് എന്ത് പറയാം, മിനിമം അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കിട്ടാവുന്ന മിനിമം അൺസർട്ടനിറ്റി ആണ് പൊസിഷന്റെ മൊമെന്റിന് എച്ച് കട്ട് സ്ക്വയർ ബൈ 4. ഇനി ഇതൊന്ന് കൂടെയുള്ളൂ, അടുത്തടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇതൊന്ന് കൂടെയുള്ളൂ. സോ ഇതിന് നമ്മൾ എന്ന് പറയാം മിനിമം അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക, അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. ഇനി സപ്പോസ് വി ഹാവ് എ ഗോഷ്യൻ വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ ദാറ്റ് ഈസ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ is equal to 1 by pi raised to 1 by 4 root d into e raised to minus ik x prime minus x prime divided by 2d square. സോ ഇതെന്ന് പറയുന്ന ഒരു ഗോഷ്യൻ വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ്, നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കെ എന്ന് പറയുന്നത് ഇതിന്റെ എന്താ പറയുക പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലെയിൻ വേവിന്റെ ഇക്വേഷൻ ആണ്. So suppose I am taking the probability density that is modulus square of this. എനിക്ക് എന്ത് കിട്ടും, 1 by root pi into d സം വാല്യൂ, ഇപ്പുറത്ത് എന്തെങ്കിലും ഒരു എക്സ്പോണൻഷ്യൽ ടേം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ എനിക്ക് കിട്ടും. സോ ഞാൻ ഇതിന്റെ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗോഷ്യൻ സർഫസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനെ ഗോഷ്യൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഞാൻ എക്സ് കാണുക, പി കാണുക, അതിന് ശേഷം ഡെൽറ്റ എക്സ് കാണുക, ഡെൽറ്റ പി കാണുക, എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്താണ്, ഡെൽറ്റ എക്സ് ഇപ്പോൾ ഈ കിട്ടിയ പോലെ തന്നെ ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ, അതേപോലെ തന്നെ ഡെൽറ്റ പി ദി ഹോൾ സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് സ്ക്വയർ ബൈ 4 ആണ് കിട്ടുക. ഈ ഒരു വേവ് ഫംഗ്ഷന്റെ ഞാൻ എക്സ്പെക്ടേഷൻ അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി മിനിമം അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് നമുക്ക് ഒരു വേവ് ഫംഗ്ഷന്റെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടും, ഒരു ഗോഷ്യൻ വേവ് ആയിട്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ഒറിജിൻ ആയിട്ടായിരിക്കും ഈ എന്താ പറയുക നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇത് നമ്മുടെ ഗോഷ്യൻ വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ്. സോ രണ്ടും കൂടി കമ്പയർ ചെയ്ത് എന്ത് മനസ്സിലാവും, ഇത് രണ്ടും സിമിലർ ആണല്ലോ, പക്ഷെ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, ഈ വിട്ട് എന്ന് പറയുന്നത് ഇവിടെ റൂട്ട് ഡി ആണ് അവിടുത്തെ ഗോഷ്യൻ വേവ് ഫംഗ്ഷന്റെ വിട്ട്, ഇവിടെ അതെന്താണ് x0 ആണെന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലും എനിക്ക് എന്ത് തന്നെയാണ് വരിക, ഒരു ഗോഷ്യൻ സർഫസ് ആണ് വരുന്നത്. ചിത്രമൊക്കെ ഭംഗിയിൽ വരയ്ക്കുക, ഇവിടെ x0 ആയിരിക്കും അതിന്റെ വിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എച്ച് കട്ട് സ്ക്വയർ ബൈ 4 ആയിരിക്കും എന്തെന്ന് പറയുന്നത് മിനിമം അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ നമ്മളിപ്പോൾ കണ്ടത് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് ആണ്, അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എനിക്ക് എന്ത് ചെയ്യണം, പൊസിഷന്റെയും മൊമെന്റത്തിന്റെയും എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എന്താണ്, എക്സ് സ്ക്വയറിന്റെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രാ 1, കാരണം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, കെറ്റ് 1 ബ്രാ 1 വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യണത്, എക്സ് സ്ക്വയർ 1 ആണ് കിട്ടുക. സോ ദിസ് ഇസ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, നമുക്കൊരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി, ഇനി ഞാൻ അഗെയിൻ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ദിസ് ഇസ് എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ ഇൻറ്റു എന്താണ്, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് 1a ഇൻറ്റു കെറ്റ് 1 പ്ലസ് എന്താണ് ബ്രാ 1 ഇൻറ്റു എ ഡാഗർ കെറ്റ് 1 പ്ലസ് ബ്രാ 1 എ ഡാഗർ എ കെറ്റ് 1 then plus bra 1 a dagger ket 1. സോറി. സോ ഇവിടെ എന്തായാലും ഈ ഫസ്റ്റ് ടേം നോക്കുക, ഈ അനിഹിലേഷൻ ഓപ്പറേറ്റർ എന്ത് ചെയ്യാണ്, 1 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ √1 ഇൻറ്റു കെറ്റ് 0 കിട്ടും അല്ലേ. സോ എഗെയിൻ ഇപ്പൊ ഇവിടെ നമ്മുടെ കെറ്റ് 0 ആണ് കിടക്കുന്നത്. ഈ അനിഹിലേഷൻ ഓപ്പറേറ്റർ എഗെയിൻ കെറ്റ് 0 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എഗെയിൻ വാല്യൂ കിട്ടുക, √0 കിട്ടുക. അപ്പൊ ഫസ്റ്റത്തെ ടേം എന്തായി, 0 ആയിപ്പോയി. ഇനി രണ്ടാമത്തെ ടേം നോക്കുക, സംശയമുള്ളവരെ എഴുതിയിട്ട് തന്നെ നോക്കുക കേട്ടോ. ഇനി എ ഡാഗർ, അതായത് ക്രിയേഷൻ ഓപ്പറേറ്റർ കെറ്റ് 1 ആക്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും, √1 ഇൻറ്റു ഇത് എന്തായിട്ട് മാറി, കെറ്റ് 2 ആയിട്ട് മാറി. ഓക്കെ, ഇത് കെറ്റ് 2 ആണ്. ദെൻ അതിലേക്ക് എഗെയിൻ എ ഡാഗർ ക്രിയേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യണം. അപ്പൊ ഈ കെറ്റ് 2 എന്തായിട്ട് മാറി, കെറ്റ് 3 ആയിട്ട് മാറി. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 1 ആൻഡ് കെറ്റ് 3 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ആ ടേമും എന്തായി, 0 ആയിട്ട് പോയി. ഇനി അടുത്തത് നോക്കാം, ഇത് ഞാൻ ഇവിടെ എഴുതാം. ഫസ്റ്റ് വൺ എന്താണ്, എ എന്ന് പറയണത്, അതായത് അനിഹിലേഷൻ ഓപ്പറേറ്റർ കെറ്റ് 1 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, √1 ഇൻറ്റു കെറ്റ് 0 ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇതിലേക്ക് ആരാണ് ആക്ട് ചെയ്യുന്നത്, ക്രിയേഷൻ ഓപ്പറേറ്റർ ആണ് ആക്ട് ചെയ്യണത്. സോ ദിസ് വിൽ ബി എന്ത് വരും, ഇവിടെ ഓൾറെഡി √1 ഉണ്ട്, ദെൻ √n+1 ആണ്. ഓക്കെ, സോ ദിസ് വിൽ ബി √1 ഇൻറ്റു √n+1 എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് കെറ്റ് 0 അല്ലേ കിട്ടി, ഇതിലേക്കാണ് എ ഡാഗർ ആക്കിയത്. അപ്പൊ ഇതെന്തായിട്ട് മാറി, കെറ്റ് 1 ആയിട്ട് മാറി. ഓക്കെ, പിന്നെ ഇവിടെ ബാക്കിയുള്ള എന്താണ്, ഇനി ബ്രാ ആക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ബ്രാ 1 കെറ്റ് 1 ഉണ്ടായിരിക്കും, ഈ √1 അപ്പൊ ഇവിടെ 1 തന്നെ, ദിസ് ഈക്വൽ ടു 1. അപ്പൊ ഇതിന്റെ വാല്യൂ 1 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എങ്ങനെയാണ്, എ ഡാഗർ. സോ ഈ ഫൈനൽ ടേം നോക്കുക, എ ഡാഗർ കെറ്റ് 1 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ √n+1. സോ 1+1 എന്ന് പറഞ്ഞാൽ ഇവിടെ √2 വരും, ദെൻ കെറ്റ് 2 ആയിട്ട് മാറി. ഓക്കെ, ഇനി ഈ കെറ്റ് 2ലേക്ക് ആരാ ആക്ട് ചെയ്യണത്, നമ്മുടെ അനിഹിലേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുക. അപ്പൊ ഓൾറെഡി ഒരു √2 ഉണ്ട്, ദെൻ ഈ ഒരു √2 കൂടി വരും, ഈ √2നെ അത് 1 ആയിട്ട് കുറയ്ക്കുക, അപ്പൊ 1 വരും. പിന്നെ ഇവിടെ ഉള്ളത് ഈ ബ്രാ 1 ആ. സോ 2 ഇൻറ്റു ബ്രാ 1 ഇൻറ്റു 1. ഓക്കെ, ദിസ് ഇസ് 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 + 2 = 3 ആണ് എന്ത്, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വരും. ഓക്കെ, 3 ഇൻറ്റു ഇവിടെ എന്തുണ്ട്, ഈ ഒരു വാല്യൂ കൂടി ഉണ്ടല്ലോ, അപ്പൊ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ എന്ന് വന്നു. ഓക്കെ, ഇനി ഇതേപോലെ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, പി സ്ക്വയറിന്റെ കണ്ടുപിടിക്കണം കേട്ടോ. സോ 1 p square 1. So this is equal to minus m omega h cut divided by 2 into ഇതേപോലെ തന്നെ 1 a1 plus bra 1 a dagger 1 minus 1 a dagger get 1 minus bra 1 a dagger a get 1 വരും. സോ ദിസ് ടേം 0 ആയിരിക്കും, ദിസ് ടേമും 0 ആയിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി ഇത് നോക്കുക, എന്താണ്, എ ഡാഗർ കെറ്റ് 1ലേക്ക് ആക്ട് ചെയ്യാണ്. സോ എന്ത് വരും, ഇത് √2 ആയിട്ട് മാറും, √2 ഇൻറ്റു കെറ്റ് 2 വരും അല്ലേ. ഇനി ഇതിലേക്ക് അനിഹിലേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യാണ്. സോ √2 ഓൾറെഡി ഉണ്ട്, ആണില്ല. ഓക്കെ, തേർഡ് ടേം, ഫസ്റ്റ് ടേമും
ടേമും 0 ആണ്, തേർഡ് ടേം ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ എ ഡാഗർ കെറ്റ് 1 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരും? √n+1. അപ്പൊ √2 വരും, ദെൻ കെറ്റ് 2 വരും. ഇനി ഈ അനിഹിലേഷൻ ഓപ്പറേറ്റർ ഇതിലേക്ക് ആക്ട് ചെയ്യാം. അപ്പൊ ഓൾറെഡി √2 ഉണ്ട്. ഇനി എന്താണ്? ഇവിടെ കെറ്റ് 2 ആണ്. അപ്പൊ √n അല്ലേ അതിന്റെ, അപ്പൊ √2 വരും. പിന്നെ എ ആക്ടിങ് ഓൺ കെറ്റ് 2 എന്താ നമുക്ക് കിട്ടുക? ഒരെണ്ണമായിട്ട് കുറയ്ക്കും. അപ്പൊ 1 വന്നു. സോ 1 ഉണ്ടാവും, ഈ 2 ഉണ്ടാവും. സോ ഫസ്റ്റ് തേർഡ് ടേമിന്റെ വാല്യൂ 2, ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇത് നോക്കുക, നമ്മുടെ അനിഹിലേഷൻ ഓപ്പറേറ്റർ 1 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് √1 ഇൻറ്റു കെറ്റ് 0 എന്ന് വരും. ഓക്കെ, ഇനി അതിലേക്ക് ആര് ആക്ട് ചെയ്യണം? നമ്മുടെ ക്രിയേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യും. അപ്പോൾ ഓൾറെഡി √1 ഉണ്ട്. സോ 0+1 എഗെയിൻ ഒരു 1 വരും, ദെൻ അത് കെറ്റ് 1 ആയിട്ട് മാറും. സോ ഈ ബ്രാ ഇതിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 വരും. ദാറ്റ് ഈസ് 1+ മൈനസും മൈനസും ആണ്. അപ്പൊ -3 എന്ന് വന്നൂലോ. സോ p² വിത്ത് സോ ദിസ് ഈസ് -m⍵h ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 m⍵h എന്ന് വരും. അപ്പൊ എഗെയിൻ എനിക്ക് എന്താണ്? Δx ദി ഹോൾ സ്ക്വയർ, അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് ആണ്. Δp ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 3/2 h⍵ ഇൻറ്റു 3/2 h ഡിവൈഡഡ് ബൈ m⍵ ഇൻറ്റു 3/2 m⍵h എന്നല്ലേ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 9/4 h² എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈ 9/4 എങ്ങനെ കിട്ടണം? ആക്ച്വലി 1+1/2 ദി ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9/4 ഇൻറ്റു h². അപ്പൊ ഞാൻ ജനറലൈസ് ചെയ്തത് ഈ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ n ആണ് അല്ലേ? വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് എത്തുക. അപ്പൊ ഞാൻ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദ അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് Δx ദി ഹോൾ സ്ക്വയർ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഇൻറ്റു Δp ദി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth സ്റ്റേറ്റ് ആണ്, അത് കാണിക്കാൻ വേണ്ടി n ഇട്ടു, ഇസ് ഈക്വൽ ടു എന്താണ്? n+12 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു h² എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ